My dear students, today we can study the 8th standard biology, part 1. The first lesson is Life's Mysteries in Little Chambers. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഭാഗം 1 പരിചയപ്പെടാം. നമ്മുടെ ആദ്യത്തെ പാഠമാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. The lesson begins like this. The bell rang. It is the biology period now. Manu, the class leader, peeped out to the veranda and said, "Teacher is coming. She has something in her hand too. Can you say the name of the instrument teacher is bringing to the class?" All of you look at the picture given in the first page of chapter 1. The instrument is kept on the table. Do you know the name of the instrument shown in the picture? You have studied and you have seen this instrument before. Name of this instrument is microscope. You have already studied the importance of microscope and the use and function of the microscope. What is the use of a microscope, or what is the function of a microscope? Microscope is used to magnify the objects. What is the meaning of magnify? Make it large. പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ ജീവശാസ്ത്രം പീരീഡിനായി ബെല്ലടിച്ചു. ക്ലാസ് ലീഡർ വരാന്തയിലേക്ക് എത്തി നോക്കി അറിയിച്ചു, ടീച്ചർ വരുന്നുണ്ട്, കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ടീച്ചറുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ഉപകരണമാണ് ടീച്ചറുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആ ഉപകരണം മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുള്ളതുമാണ്. ഈ ഉപകരണത്തിന്റെ പേരാണ് മൈക്രോസ്കോപ്പ്. എന്തിനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നതെന്നും എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതുമാണ്. എന്താണ് മൈക്രോസ്കോപ്പിന്റെ ധർമ്മം, അല്ലെങ്കിൽ എന്താണ് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം? വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. As the name of the lesson indicates, we are studying in this lesson the life's mysteries in little chambers. What do you mean by these little chambers? The body of all organisms, including plants, human beings, birds, and all other animals are made up of cells.
Cells are the basic unit of life. This you have studied in lower classes. These cells are here mentioned as little chambers. So the little chambers are the cells. Our body is made up of cells. The different parts of the cell, their peculiarities, that we are discussing in this lesson. പാഠത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. എന്താണ് ഈ കുഞ്ഞറ? നമ്മുടെ എല്ലാവരുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, അത് സസ്യങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, മനുഷ്യരാകട്ടെ, മറ്റ് ജീവജാലങ്ങളാകട്ടെ, എല്ലാ ജീവികളുടെയും ശരീരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കുഞ്ഞറ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കോശത്തിന്റെ ഉള്ളിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. In lower classes, you have observed the onion cells. The onion cells are shown here. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഉള്ളിയിലെ കോശങ്ങൾ നിരീക്ഷിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഉള്ളിയിലെ കോശങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. Here, teacher is making arrangements to observe the cells in the root of plantain through this microscope. She made arrangements to observe the cells in the root of plantain. All required materials are there in her box. ടീച്ചറുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വാഴയുടെ വേരാണ്. വാഴയുടെ വേരിലെ കോശങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ട ക്രമീകരണം ഒരുക്കുവാനാണ് സാമഗ്രികളുമായി ടീച്ചർ വന്നിരിക്കുന്നത്. When teacher asked, who will do this experiment, Manu came forward enthusiastically. He took the section of the root using a blade and he placed the section on a slide and observed it through the microscope. വാഴയുടെ വേരിലെ കോശങ്ങളെ നിരീക്ഷിക്കാനുള്ള ഉത്സാഹത്തോടെ അതിൻ്റെ ഛേദമെടുക്കാൻ തയ്യാറായി മനു വരുന്നതും വേരിൻ്റെ ഛേദമെടുത്ത് ഒരു സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതുമാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. What is a slide? Slide is an object made by glass to place the section in a microscope. സ്ലൈഡ് എന്ന് പറയുന്നത് ഛേദം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാൻ ഉപയോഗിക്കുന്ന ചില്ലുകൊണ്ടുള്ള ഒരു വസ്തുവാണ്. Nothing could be seen. Then he turned the knob of the microscope
Feeling disappointed, he said, "No, teacher, nothing is visible." മനു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയെങ്കിലും അവന് ഒന്നും കാണാൻ സാധിച്ചില്ല. അവൻ മൈക്രോസ്കോപ്പിന്റെ നോബ് വീണ്ടും വീണ്ടും തിരിച്ചു നോക്കി. എന്നാൽ അവന് ഒന്നും കാണാൻ സാധിച്ചില്ല. അവൻ ടീച്ചറോട് നിരാശയോടെ പറയുകയാണ്, "ഇല്ല ടീച്ചറെ, ഒരു രക്ഷയുമില്ല, ഒന്നും കാണുന്നില്ല." Do you know why were Manu's attempts a failure? Let us discuss this. ഇനി ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, മനുവിന്റെ ശ്രമം പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിൽ വാഴയുടെ വേരിലെ കോശങ്ങൾ കാണുമായിരുന്നു. എന്നാൽ അവന് ഒന്നും കാണാൻ സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം മനുവിന്റെ ശ്രമം പരാജയപ്പെട്ടത്? നിങ്ങൾക്ക് അതിന്റെ കാരണങ്ങൾ പറയാൻ സാധിക്കുമോ? There are 4 main reasons for his failure. The first reason, Manu was unaware to adjust the microscope. After taking the section must be kept on the stage of the microscope and it has to be adjusted so that we can see the clear picture of the section. But Manu was unaware to adjust the microscope. So what is the first reason? Manu was unaware to adjust the microscope. The second reason was he has no experience of handling the microscope. Maybe he was handling the microscope for the first time. He does not know how to adjust and operate this microscope. So it may be the second reason. The third reason may be lack of light into the microscope. The mirror of the microscope is not adjusted to pass the light into the microscope. So lack of light or scarcity of light may be the third reason. If sufficient light is not there in the microscope, the section may not be clear. The fourth reason is the unawareness to take good and complete section. Manu has no experience to take good section. The section must be complete and it should be thin and it should not be opaque. So section may not be good. It may be thick so that it was not clear in the microscope. കുറച്ച് കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാരണം, മനുവിന് മൈക്രോസ്കോപ്പ് ക്രമീകരിക്കാൻ അറിയാത്തതായിരിക്കാം അതിൻ്റെ കാരണം. മൈക്രോസ്കോപ്പിൽ ഛേദം വെച്ച്
എങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടതെന്ന് കൃത്യമായി മനുവിന് അറിയില്ലായിരുന്നു. ഒന്നാമത്തെ കാരണം എന്താണ്? മൈക്രോസ്കോപ്പ് ക്രമീകരിക്കാൻ അറിയാത്തത്. രണ്ടാമത്തെ കാരണം മൈക്രോസ്കോപ്പ് കൈകാര്യം ചെയ്യുന്നതിലുള്ള പരിചയക്കുറവാണ്. മനു ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം മൈക്രോസ്കോപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതിലെ ഒരു പരിചയക്കുറവും ഇതിൻ്റെ കാരണമായിരിക്കാം. മൂന്നാമത്തെ കാരണം മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടത്തിവിട്ടാൽ മാത്രമേ നാം സ്ലൈഡിൽ വയ്ക്കുന്ന ഛേദം നമുക്ക് നിരീക്ഷിക്കാനുള്ള വെളിച്ചം മൈക്രോസ്കോപ്പിനുള്ളിൽ ലഭിക്കുകയുള്ളൂ. അത് ശരിയായി ക്രമീകരിക്കാത്തത് കൊണ്ടായിരിക്കാം ഛേദം കൃത്യമായി കാണാൻ മനുവിന് സാധിക്കാഞ്ഞത്. അപ്പൊ മൂന്നാമത്തെ കാരണമായി നമുക്ക് എഴുതാവുന്നതാണ് വെളിച്ചമില്ലായ്മ അല്ലെങ്കിൽ വെളിച്ചക്കുറവ്. നാലാമത്, നമുക്കറിയാം ഛേദമെടുക്കുമ്പോൾ വളരെ സുതാര്യമായതും അതേസമയം വളരെ കട്ടി കുറഞ്ഞതുമായ ഛേദമാണ് നമ്മൾ നിരീക്ഷണത്തിനായി എടുക്കേണ്ടത്. ഛേദങ്ങൾ ചെരിഞ്ഞു പോകാതെയും അപൂർണമാകാതെയും എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അപൂർണം എന്ന് പറയുന്നത്? ഛേദം പൂർണ്ണമായിരിക്കണം. നമ്മൾ എടുക്കുന്ന വസ്തു, ഇവിടെ എടുത്തിരിക്കുന്ന വസ്തുവാണ് വേര്, വാഴയുടെ വേര്. ആ വേരിൻ്റെ ഛേദം എന്ന് പറയുമ്പോൾ നല്ല വൃത്താകൃതിയിൽ കിട്ടണം. അത് ചെരിഞ്ഞു പോകാൻ പാടില്ല, പൂർണ്ണമായിരിക്കണം. അതേസമയം വളരെ നേർത്തതായിരിക്കണം, കനമുള്ളതാകാൻ പാടില്ല. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള അപാകതയായിരിക്കാം, അതായത് വേരിന്റെ ഛേദമെടുത്തതിലെ അപാകതയായിരിക്കാം നാലാമത്തെ കാരണം. So all of you write the question, why were Manu's attempts a failure? First reason, the unawareness to adjust the microscope. Second reason, no experience of handling the microscope. Third reason, lack of light into the microscope or scarcity of light into the microscope. Fourth reason, unaware to take good and complete section. No experience to take good sections. കുട്ടികൾ ആദ്യത്തെ ചോദ്യം എഴുതണം. മനുവിൻ്റെ ശ്രമം പരാജയപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? ഉത്തരങ്ങൾ: 1 പരിചയക്കുറവ്, 2 വെളിച്ചമില്ലായ്മ, 3 വേരിന്റെ ഛേദമെടുത്തതിലെ അപാകത, 4 മൈക്രോസ്കോപ്പ് ക്രമീകരിക്കാൻ അറിയാത്തത്.